Hi friends, Oppo F11 Pro എന്നൊരു ഫോൺ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു നല്ല ഫോണായിട്ട് തന്നെയാണ് തോന്നുന്നത്. എല്ലാ ഫീച്ചേഴ്സും കാരണം നോക്കിയാൽ നമുക്ക് നല്ല ഫോണായിട്ട് തന്നെ ഫീൽ ചെയ്യും. പക്ഷേ പ്രൈസ് സ്വല്പം ഓവർ പ്രൈസ്ഡാണ്. 25,000 രൂപയ്ക്കുള്ള ഫോൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൺഫ്യൂഷനാണ്. ആ ഒരു കൺഫ്യൂഷനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ തീർക്കുന്നത്. ഈ ഫോൺ 25,000 രൂപയ്ക്കുള്ളതുണ്ടോ? ഡിസൈൻ 6.5 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ ആണ്. ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ്. നോച്ച് കാര്യങ്ങളൊന്നുമില്ല. പകരം പോപ്പ് സെൽഫി ക്യാമറയാണ്. റിയർ സൈഡ് പ്ലാസ്റ്റിക് ഡിസൈൻ ആണ്. എങ്കിൽ ഗ്ലാസ് ഫിനിഷ് കൊടുത്ത് നല്ല സ്റ്റൈലിഷ് ആയൊരു ഡിവൈസ്. ഹീലിയോ P70 തിരക്കേടില്ലാത്തൊരു പ്രോസറാണ്. റിയർ ക്യാമറ 48 മെഗാ പിക്സൽ പ്ലസ് 5 മെഗാ പിക്സൽ റിയർ ക്യാമറ. അപ്പോൾ ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ എന്ന് പറയുന്ന ഒരു ക്യാമറ സെറ്റപ്പും 4000 mAh ബാറ്ററി വിത്ത് വോക്ക് ഫ്ലാഷ് ചാർജിങ്. പ്രൈസ് 25,000. ഇതാണ് Oppo F11 Pro. ഈ ഒരു ഫോൺ ഈ പ്രൈസിന് വാല്യൂ ഫോർ മണിയാണ്. അതിന് നമ്മളിതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാമെന്ന് വെച്ചാൽ ഇത് എങ്ങനെയുണ്ട് ഈ പ്രൈസിൽ എന്നുള്ളത് ഓരോ സെക്ഷനായിട്ട് നമുക്ക് നോക്കാം. ആദ്യം ഡിസൈൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു IPS LCD ഡിസ്പ്ലേ ആണ്. സംഭവം പോപ്പ് സെൽഫി ക്യാമറയ്ക്കാണ്, നോച്ചില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഡയറക്റ്റായിട്ട് എടുക്കാം. എന്നാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുന്ന, നല്ല വാല്യൂ ഫോർ മണിയായ പ്രൊഡക്റ്റ് വേണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് തിരിച്ച് ചിന്തിക്കാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. അതായത് IPS LCD ഡിസ്പ്ലേ. ഇവിടെ നമുക്കതാണ് കിട്ടുന്നത്. 25,000 രൂപയ്ക്ക് കിട്ടുന്ന ഡിസ്പ്ലേ IPS LCD ആണ്. ഓപ്പോയുടെ തന്നെ മുൻപ് ഇറങ്ങിയ Oppo K1 എന്ന ഫോണിൽ നമുക്ക് AMOLED ഡിസ്പ്ലേയും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും എല്ലാം 17,000 രൂപയുടെ ഫോൺ ആ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ആ ഒരു ഫോണിന് വെച്ച് നോക്കുമ്പോൾ 25,000 രൂപ എന്ന കൂടിയ പ്രൈസിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് എന്താണ് കൂടുതലുള്ളതെന്നല്ല നോക്കേണ്ടത്. പ്രൈസ് കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ കൂടുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ AMOLED ഡിസ്പ്ലേ നഷ്ടപ്പെടുന്നു, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ നഷ്ടപ്പെടുന്നു, ക്വാളിറ്റി പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു മേഖലയിലേക്ക് കയറി വന്നിരിക്കുന്നത്. പ്രൈസ് കൂട്ടി തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. അത് കുറച്ചിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ സെയിം പ്രൈസിലും അല്ല ഇറക്കിയിരിക്കുന്നത്. സെയിം പ്രൈസിലാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ഈ രണ്ട് സംഭവങ്ങൾ നഷ്ടപ്പെടുത്തി ഒപ്പം തന്നെ പോപ്പപ്പ് ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ബാലൻസ് ആവും. പക്ഷേ ഈ സംഭവങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് പ്രൈസ് കൂട്ടിയിട്ടാണ് ഈ പറയുന്ന സെറ്റപ്പൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടിയൊരു പ്രൈസിലേക്ക് വരുമ്പോഴുള്ള ക്വാളിറ്റി ഡിസ്പ്ലേയിലോ അല്ലെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് തുടങ്ങിയ സംവിധാനങ്ങളോ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഡിസൈൻ സൈഡിൽ നമുക്കൊരു ചെറിയ നഷ്ടമാണ് ഇവിടെ സംഭവിക്കുന്നത്. K1നേക്കാൾ അത്ര ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവമായിട്ട് നമുക്കിവിടെ തോന്നില്ല. ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനൊക്കെ ഈ പറയുന്ന K1ന് കിട്ടുന്നുണ്ട്. ഡിസൈൻ സൈഡൊക്കെ നോക്കിയാൽ അപ്പോൾ കുറച്ച് ബെറ്റർ ആയൊരു ഡിസൈൻ നമുക്ക് Oppo K1 ആണ് തോന്നുക ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുമ്പോൾ. എന്നാൽ ഒരു കാര്യം, പോപ്പപ്പ് ക്യാമറ സംവിധാനം, ഫുൾ വ്യൂ ഡിസ്പ്ലേ, ഈ ഒരു സംഭവം ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ചിന്തിക്കേണ്ട. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോട്ടേന്ന് വെച്ചിട്ട് ധൈര്യമായിട്ടൊക്കെ എടുക്കുക. ഇവിടുത്തെ പ്രധാന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബെറ്റർ ആയി ഡിസ്പ്ലേയും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും എല്ലാം നമുക്ക് കിട്ടുന്നത് 10,000 രൂപ കുറവിലാണ് എന്നുള്ളതാണ്. അതും ഓപ്പോയുടെ തന്നെ പ്രൊഡക്റ്റ് ആണെന്നുള്ളതാണ് അതിലേക്ക് കൗതുകം. അതേപോലെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഹീലിയോ P70 ഓപ്പോയുടെ തന്നെ സബ് ബ്രാൻഡാണ്. റിയൽമി 8,000 ചില്ലാനും രൂപയ്ക്ക് കഴിഞ്ഞ ദിവസം അവർ ഇറക്കിയ ഫോണിൽ ഇതേ പ്രോസറാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പാരിസണായി വരുന്ന മറ്റു പ്രോസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 660 ആണ്. ആ ഒരു പ്രോസറിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. റെഡ്മി നോട്ട് 7 ആയാലും F11 ഫോൺ മാക്സ് പ്രോ M2 ആയാലും ഒക്കെ 10,000 രൂപ റേഞ്ചിൽ കൊടുക്കുന്ന ഫോണുകളാണ്. അല്ലെങ്കിൽ മാക്സിമം 15,000 രൂപ. ഈ റേഞ്ചിലേക്ക് വരുമ്പോൾ 6GB വേരിയൻറ്റുകൾ വരെ Asusൻ്റെ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെക്ഷനിൽ വരുന്ന ഒരു പ്രോസറാണ് ഇരട്ടി വില, അതിൻ്റെ ഇരട്ടിയിലും കൂടിയ വിലയ്ക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് പോലുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഒരു സിമ്മും മെമ്മറി കാർഡ് അല്ലെങ്കിൽ 2 സിമ്മും ആ രീതിയെ പറ്റുള്ളൂ. നമ്മുടെ Oppo K1ലാണെങ്കിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും കിട്ടുന്നുണ്ട്, സ്നാപ്ഡ്രാഗൺ 660 സെയിം പ്രോസറും കിട്ടുന്നുണ്ട്, സെയിം പവറുള്ള പ്രോസറും കിട്ടുന്നുണ്ട്. അപ്പോൾ ബെറ്റർ Oppo K1ൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച പെർഫോമൻസ് ഉള്ള റെഡ്മി നോട്ട് 7 പ്രോയോ അല്ലെങ്കിൽ ഗാലക്സി A50 ഒക്കെ അവിടെ ധാരാളമായിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒക്കെ ഒരെണ്ണം സെലക്ട് ചെയ്യാം. അതൊക്കെ ബെറ്റർ ഓപ്ഷൻസ് ആണ് പെർഫോമൻസിൻ്റെ കാര്യം. അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ക്യാമറയാണ്. 48 മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറ പ്ലസ് 5 മെഗാ പിക്സൽ ഡുവൽ റിയർ ക്യാമറ സെറ്റപ്പാണ്. ഡെപ്ത് സെൻസറാണുള്ളത്. 48 മെഗാ പിക്സൽ ക്യാമറ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി നമുക്കറിയാം, നല്ല ക്വാളിറ്റി ആയിരിക്കും. സാംസങ്ങിൻ്റെ GM1 സെൻസറാണ്, പ്രശ്നമൊന്നുമില്ല. എങ്കിലും ഇതിനേക്കാൾ ബെറ്ററാണ് സോണിയുടെ IMX 586. കാരണം ഈ ഒരു സെൻസർ അതിൻ്റെ 48 റെസൊല്യൂഷനിൽ തന്നെ ഫോട്ടോ എടുക്കാനും പ്രോസസ് ചെയ്യാനുള്ള പവറോടുകൂടിയൊക്കെ തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ് റെഡ്മി നോട്ട് 7 പ്രോയിൽ. എന്നാൽ ഈ ഫോണിലേക്ക് വരുമ്പോൾ GM1 സെൻസറാണ്. ഇത് 12 മെഗാ പിക്സലിൻ്റെ റെസൊല്യൂഷനിൽ ഇതിനെ പ്രോസസ്സ് ചെയ്ത് വലുതാക്കി 48 റെസൊല്യൂഷൻ ആക്കിയിട്ട് തരികയാണ് ചെയ്യുന്നത്. കമ്പാരിസൺ എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ബെറ്റർ ആയത് സോണിയുടെ IMX 586 ആണ്. അപ്പോൾ 48 മെഗാ പിക്സൽ ക്യാമറയാണ് നിങ്ങളുടെ പ്രധാന പോയിന്റെങ്കിൽ ഇതിനേക്കാൾ നല്ലത് 14,000 രൂപ, ഇതിനേക്കാൾ 10-15,000 രൂപ കുറവുള്ള റെഡ്മി നോട്ട് 7 പ്രോയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചൂസ് ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ ഉദ്ദേശം 48 മെഗാ പിക്സൽ ആണെങ്കിൽ അത് അവിടെയാണ് ബെറ്റർ. അപ്പോൾ ക്യാമറയുടെ കാര്യം ഇങ്ങനെയാണ്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ. ഫ്രണ്ട് ക്യാമറയുടെ കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ ഫോണുകൾ ഒരുപാട് 10,000 രൂപ തൊട്ട് കിട്ടാനുണ്ട്. 25 മെഗാ പിക്സൽ സെൽഫി ക്യാമറ അടങ്ങിയ സെറ്റപ്പുകൾ ധാരാളമുണ്ട്. അത് ഈവൻ ഈ Oppo K1 നമ്മുടെ ഓപ്പോയുടെ തന്നെ കുറഞ്ഞ ഫോണായാൽ അതിനകത്തും 25 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ്.
അപ്പോൾ ക്യാമറ സെറ്റപ്പിൻ്റെ കാര്യത്തിൽ മെയിൻ ക്യാമറയും നല്ലൊരു ക്യാമറ ഫോണാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ റെഡ്മി നോട്ട് 7 പ്രോ തന്നെയായിരിക്കും ബെറ്റർ. അതിലും ഈ നൈറ്റ് മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ഡിസ്പ്ലേയുടെ കാര്യമാണെങ്കിലും ഒക്കെ ഇതിനേക്കാൾ ബെറ്ററായ ഫോണുകൾ ബെറ്ററായ ക്വാളിറ്റിയിൽ ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസിൽ കിട്ടുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ വില എല്ലാത്തിലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വില കുറഞ്ഞ് മറ്റ് ഫോണുകളിൽ ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്, ബെറ്റർ ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. ബാറ്ററി 4000 mAh ആണ്, ബുക്ക് ഫ്ലാഷ് ചാർജിങ് ഉണ്ട്, വേറൊരു പ്ലസ് പോയിന്റ് വേണമെങ്കിൽ പറയാം. പക്ഷേ മൈക്രോ USB പോർട്ടാണ്. ഇപ്പോൾ 10,000 രൂപയ്ക്ക് റെഡ്മി വരെ ടൈപ്പ് സി പോർട്ട് കൊടുക്കുന്നു. സാംസങ് ആണെങ്കിൽ ഇറക്കുന്ന എല്ലാ ഫോണിലും ടൈപ്പ് സി പോർട്ട് തന്നെയാണ്. ഫ്യൂച്ചർ ടൈപ്പ് സി പോർട്ട് തന്നെയാണ്. ഇനി ഒരു ഫോൺ എടുക്കുമ്പോൾ അത് മൈക്രോ USB ഫോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര ഉചിതമായിരിക്കില്ല. കാരണം വരുന്ന ഏറ്റവും അടുത്ത് തന്നെ ഈ മൈക്രോ USB ഔട്ട്ഡേറ്റഡ് ആവും. അപ്പോൾ USB ടൈപ്പ് സി പോർട്ട് 25,000 രൂപ കൊടുത്തൊരു ഫോൺ വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ടൈപ്പ് സി പോർട്ടൊക്കെ ഉള്ള ഫോൺ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ഫോണിൽ ടൈപ്പ് സി പോർട്ട് കിട്ടുന്നില്ല. അപ്പോൾ മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ നല്ല ഡിസ്പ്ലേയും പെർഫോമൻസും ക്യാമറയും ഒക്കെ ആയിട്ട് വേറെ ഫോണുകൾ ധാരാളം ഉണ്ട്. അതല്ല ഇപ്പോൾ പെർഫോമൻസും ക്യാമറയും ഒക്കെയാണ് നിങ്ങൾക്ക് പ്രാധാന്യമെങ്കിൽ ഇതേ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡ്മി നോട്ട് 7 പ്രോ നല്ല ക്യാമറയും കാര്യങ്ങളും പെർഫോമൻസും ഒക്കെ ഇതിനേക്കാൾ ബെറ്റർ പെർഫോമൻസ് ഒക്കെ ആയിട്ട് ക്വിക്ക് ചാർജ് 4 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതിനേക്കാൾ ബെറ്ററായ ഒരു സെറ്റപ്പ് ആ ഫോണിലൊക്കെ കാണാം. പ്രൈസ് 10,000 രൂപയിൽ കൂടുതൽ കുറവാണ്. അപ്പോൾ അത്രയധികം പ്രൈസ് കുറവിൽ നമുക്ക് ഈ ഫോണുകൾ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഗാലക്സി A50 ബ്രാൻഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുറച്ചുകൂടി നല്ല ബ്രാൻഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗാലക്സി A50 എടുക്കാം. അതും നല്ല പെർഫോമൻസ് ഒക്കെ തരാൻ കഴിയുന്ന ഫോണുകളാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ഓപ്പോ K1 ഓപ്പോ ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പോ K1 എടുക്കാം. അതും കുറച്ച് ബെറ്റർ സൈഡിലാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു വാല്യൂ 25,000 രൂപയുടെ ഒരു റേഞ്ചിൽ വരേണ്ട ഒരു ഫോൺ, ആ ഒരു വാല്യൂ എനിക്കിതിൽ കാണാൻ പറ്റിയില്ല. ഈ ഒരു ഫുൾ വ്യൂ ഡിസ്പ്ലേ, ഈ പോപ്പപ്പ് ക്യാമറ എന്നൊരു സംഭവമാണ് ഇതിലാകെ ഒരു ഗംഭീര പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്? ഈ ഒരു സംഭവം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ? 25,000 രൂപയ്ക്കുള്ള ഫോൺ ഉണ്ടോ ഇത്? അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് വഴി രേഖപ്പെടുത്തണം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനൊപ്പം തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നോക്കാനും മറക്കരുത്. അപ്പോഴാണ് ഈ ഫോണിനെ കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിക്കുകയാണ്. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.